സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് നാരായണീയത്തിലെ 5-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. രാജാവായതിന് ശേഷം ഭഗവാന്റെ അവതാരമാണ് പൃഥു. ആ പൃഥുവാണ് രാജാവായത്. എല്ലാവരും ഭക്ഷണം ഇല്ല എന്ന ആവലാതി സങ്കടം പറഞ്ഞു. അങ്ങനെ ഭൂമിയെ കറന്നെടുക്കാനായി കൊണ്ട് ഭൂമി സമ്മതിക്കുകയും ചെയ്തു. പ്രജകളെ പട്ടിണി കിട്ടാതെ എന്നെ ഞാൻ കൊല്ലാനും മടിക്കില്ല എന്ന് ഭഗവാൻ ഭയപ്പെടുത്തിയത് കൊണ്ട് ഭൂമിയെല്ലാം അതിൻ്റെ കാരണവും പറഞ്ഞു. വേനൻ കാരണമാണ് പ്രകാരം എല്ലാം ഉള്ളിലേക്ക് വലിച്ചു വെച്ചത്. ഭഗവാനാണ് ഭരിക്കണതെങ്കിൽ എല്ലാം വിട്ടുതരാമെന്നും പറഞ്ഞു. അങ്ങനെ കറന്നെടുത്തു. ഇവിടെ പറയണ 6-ാമത്തെ ശ്ലോകം, ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തേർദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീനഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനു മധൂതുകർത്തം ത്വം ഭൂയഃ നിജകുലമുഖ്യവത്സയുക്തേ ദേവാദ്യൈ. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് വത്സയുക്തൈ, അങ്ങനെ ഭൂമിയിൽ നിന്ന് വേണ്ടതെല്ലാം കറന്നെടുത്തു. ഒരു കറക്കുന്ന രീതിയിൽ ഇവിടെ സംഗതി അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. പൃഥു രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയിൽ എല്ലാം ഉണ്ടായി, എല്ലാവർക്കും വേണ്ടതും കിട്ടി എന്ന് ഒരു വാക്കിൽ പറയുമ്പോൾ അതിൽ സാഹിത്യത ഇല്ലല്ലോ. സാഹിത്യ ഭംഗിയോ കവിത ഭംഗിയോ ഉണ്ടാക്കണ വെച്ചാൽ കുറച്ച് അലങ്കാരമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു വിധം. ആർക്കും ഒന്നിൻ്റെയും കുറവുണ്ടായില്ല എന്ന് ഒരു ആലങ്കാരിക രീതിയിൽ പറഞ്ഞതാവണം എന്നാണ് പറയണത്. ഭൂമി ഒരു പശുരൂപം സ്വീകരിച്ചു എന്ന് പറഞ്ഞുവല്ലോ, നേരത്തെ തന്നെ പറയുണ്ടായി. ആ പശുവിൽ നിന്ന് കറന്നെടുത്തു. ഭൂയസ്ത്വം നിജകുലമുഖ്യയുക്തർ, വിവിധ തരത്തിൽ പെട്ടിട്ടുള്ളതായ ആളുകൾ. ദേവാദ്യൈ, ദേവന്മാരും മറ്റു കൂട്ടരും. ദേവന്മാർ മാത്രമല്ല ആണ് ദേവാദ്യൈ എന്ന് പറഞ്ഞത്. അവരും ദേവന്മാരും പിന്നെ ആരൊക്കെയാ, എട്ടരട്ടത്തുകൾ, പിശാചുക്കൾ, മനുഷ്യർ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നിജകുലമുഖ്യ വത്സയുക്തൈ കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചു, അവർക്ക് ലഭ്യമായി എന്നാണ് പറഞ്ഞത്. കറന്നെടുത്തു എന്ന് ആലങ്കാരിക ഭാഷ. കറന്നെടുക്കുക എന്ന് പറയുമ്പോൾ കറക്കുമ്പോൾ എന്തൊക്കെ വേണം? നമ്മൾ പശുവിനെ കറക്കുകയാണെന്ന് വിചാരിക്കുക, എന്തൊക്കെ വേണ്ടി വരിക? ആദ്യം കറക്കാൻ ഒരാൾ വേണം, അതില്ലാണ്ട് കറവ് നടക്കില്ലല്ലോ. പശുവിനെ കറക്കുക എന്ന് പറയണത് എല്ലാവർക്കും ഇങ്ങോട്ട് പശുവാവണം എന്നില്ല. കണ്ടോ, ശീലിച്ചാൽ എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിലും എനിക്ക് അതിനും പറ്റില്ല കേട്ടോ, ഞാൻ അതിന് തുനിഞ്ഞിട്ടില്ല, എനിക്ക് ശരിയാവില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏത് കാര്യത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ദോഹനം ചെയ്യുന്ന ആൾ വേണം. അതാണ് ആദ്യം വേണ്ടത്. പിന്നെന്താ വേണ്ടത്? പശുവിൻ്റെ കുട്ടി. ഇവിടെ ഇപ്പോൾ പശു എന്ന് പറഞ്ഞാൽ ഭൂമിദേവി ആയതുകൊണ്ട് അതിനൊരു കുട്ടിയൊന്നുമില്ല സത്യത്തിൽ. കുട്ടി എന്തിനാണ് കറക്കാൻ? കുട്ടിയെ കൊണ്ട് ഒന്ന് കുടിപ്പിക്കും ലേശം, ഇല്ലേ? ഒന്ന് കുടിപ്പിച്ച് അതിങ്ങനെ ചുരത്താൻ തുടങ്ങുമ്പോൾ അതിനെ മാറ്റി ആ പാല് നമ്മൾ കറന്നെടുക്കുകയും ചെയ്യും. ഇതാണല്ലോ കറക്കണ രീതി. അപ്പോൾ ഒരു പശുക്കുട്ടി ആവശ്യമാണ്. ഇവിടെ ഒരു പ്രത്യേകത, സാധാരണ പശുവിൻ്റെ കുട്ടിയാണ് പതിവ് എങ്കിലും ഇവിടെ ഓരോ വിഭാഗത്തിലുള്ളവർ അതിലെ മുഖ്യന്മാരെ ഇവിടെ പശുക്കുട്ടിയുടെ സ്ഥാനത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊണ്ട് കറപ്പിച്ചു, കുടിപ്പിക്കുക, കറക്കുക. ഇങ്ങനെയാണ് വിധം പറയണത്. നിജകുലമുഖ്യ വത്സയുക്തൈ. ദേവന്മാരാണെച്ചാൽ ഇന്ദ്രനെ കുട്ടിയാക്കും, കാരണം അവരുടെ പ്രധാനിയാണ് കുട്ടിയാക്കുക ഇന്ദ്രൻ.
അസുരന്മാരച്ച പ്രഹ്ലാദനെ കുട്ടിയാക്കി സങ്കല്പിച്ചു. അങ്ങനെ നിജകുല വത്സയുക്തി, വത്സം പശുക്കുട്ടി, വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, കാരണം ഇംഗ്ലീഷ് സംസാരിച്ച് വത്സം എന്ന് പറയാം. പശുക്കുട്ടികളെ അതാത് വിഭാഗത്തിലെ മുഖ്യന്മാരെ കുട്ടിയാക്കി സങ്കല്പിച്ചു. പിതൃക്കൾ അവരുടെ പ്രധാനി അര്യമാവാണ് കുട്ടിയാക്കി. സിദ്ധവിദ്യാധരന്മാർ കപില വാസുദേവനെ കുട്ടിയാക്കി എന്നൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് വരുമ്പോൾ നിജകുല മുഖ്യ വത്സയുക്തേർന്നുള്ളതുകൊണ്ടാണ് കഴിച്ചു ഇത്രയും കാര്യങ്ങൾ. യക്ഷരക്ഷസുകളെ രുദ്രനെ കുട്ടിയാക്കി. പാമ്പ്, തേള് മുതലായിട്ടുള്ളവരോ തക്ഷകനെ പശുക്കുട്ടിയാക്കി. വിഷമുള്ള വസ്തുക്കളിൽ വെച്ച് തക്ഷകനാണ് നേതൃസ്ഥാനത്ത് നിൽക്കണം. നവനാഗ രാജാക്കന്മാരിൽ തക്ഷകൻ ഒരാളാണ്. പശുക്കളോ അവരും കറന്നെടുത്ത് ചെയ്യും. ഭൂമിയാകുന്ന പശുവിൽ നിന്ന് മറ്റു പശുക്കൾ കറന്നെടുക്കുക, അങ്ങനെയുണ്ട്. അത് നന്ദികേശ്വരനാണ് അവരുടെ നേതാവ്. കുട്ടിയാക്കി, പശുക്കുട്ടിയാക്കി. മാംസം കഴിക്കണ മൃഗങ്ങളോ സിംഹത്തിനെ കുട്ടിയാക്കി. മൃഗങ്ങളുടെ നേതാവ് ആരാ? സിംഹം. പശുക്കുട്ടിയാക്കി. പക്ഷികളാരെ കുട്ടിയാക്കുക? ഗരുഡനെ. നമുക്കറിയാലോ, പക്ഷിസ്ഥാനത്ത് ശ്രേഷ്ഠൻ ഗരുഡനാണ്. വൃക്ഷങ്ങളിലേതാണ്? വിഭൂതിയോഗം പറയുമ്പോൾ പറയേണ്ട വൃക്ഷങ്ങളിൽ ശ്രേഷ്ഠൻ ആൽവൃക്ഷം. ഒരു ആലിനെ കുട്ടിയാക്കി സങ്കല്പിച്ചു. പർവ്വതങ്ങളിലേതാ ശ്രേഷ്ഠൻ? ഹിമവാൻ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള പർവ്വതം ഹിമവാനാണ്. മേരുപർവ്വതം, വിന്ധ്യപർവ്വതം, പല പർവ്വതങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠം ഹിമവാനാണ്. അതിനെ കുട്ടിയാക്കി. അതാണ് നിജകുല മുഖ്യ വത്സയുക്തേർ. നിജകുലത്തിലുള്ള മുഖ്യവത്സയുക്തേർ. എന്നിട്ടോ ഇനി കറക്കാൻ എന്താ വേണ്ടത്? പാത്രം വേണം. കറക്കാനുള്ള ആൾ വേണം, പശുക്കുട്ടി വേണം, പാത്രം വേണ്ടേ? ഇവിടെ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു, ഓരോരുത്തർക്കും അനുകൂലമായ അല്ലെങ്കിൽ ഉചിതമായ, ഓരോരുത്തർക്കും ഉചിതമായ പാത്രങ്ങളിൽ കറന്നെടുത്തു. ഋഷിമാരൊക്കെ ബൃഹസ്പതിയാണ് നേതാവെങ്കിൽ ഇന്ദ്രിയങ്ങളാവുന്നതാണത്രേ അവരുടെ പാത്രം. അതിൽ സ്വീകരിച്ചു. അപ്പോൾ അത് കഥ ആലങ്കാരികമാണെന്ന് വ്യക്തമാകുന്നു. ഇന്ദ്രിയങ്ങൾ പാത്രമാവുമോ? അത് പറയുക അത്രയേ ഉള്ളൂ. ഇന്ദ്രിയങ്ങൾ എങ്ങനെ പാത്രമാവുക? അതുപോലെ ദേവന്മാർ സ്വർണ്ണപാത്രത്തിലാണ് കറന്നെടുത്തത്. ഇന്ദ്രനെ പശുക്കുട്ടി സ്ഥാനത്ത് സങ്കല്പിച്ചിട്ട്. ഈ ലൗകിക സുഖത്തിൻ്റെ പ്രതീകമാണ് സ്വർണം, സംശയമില്ല. ദേവന്മാർ അതുപോലെ അസുരന്മാർ ഇരുമ്പ് പാത്രം സ്വീകരിച്ചു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പാത്രം. മദ്യമൊക്കെ ഇരുമ്പ് പാത്രത്തിൽ വെച്ചാൽ അത്രയും നന്നാവുക, നമുക്കറിയില്ല. ഗന്ധർവന്മാർ വാക്കാകുന്ന മാധുര്യം, വാക്കാകുന്നത് കറന്നെടുത്ത് താമരയാകുന്ന പാത്രത്തിലാണെന്നാണ് ഗന്ധർവന്മാർ. വാക്മാധുര്യം കറന്നെടുത്തു. അപ്പം താമരയാണ് അവിടെ പാത്രം. പിതൃക്കൾ പച്ചക്കലത്തിനെ പാത്രമാക്കി. പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പച്ചക്കലത്തിന് കൊടുക്കും. പച്ചക്കലം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ആകെ കേട്ടിരിക്കുന്നത് പിതൃകർമ്മം ചെയ്യാനാണ്. വേറൊന്നിനും അത് പറ്റില്ല. കാരണം ഒന്നാമത് വേഗം ഉടഞ്ഞു പോകും. അത് നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമോ? പച്ചക്കലം തട്ടണേൻ്റെ മുമ്പ് പൊട്ടും എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കില്ല. ഒന്നിനും പച്ചക്കലം ഒറ്റ കാര്യത്തിനുള്ള ഒരാൾ മരിച്ചാൽ പച്ചക്കലം ഉപയോഗിക്കും. ആ വെള്ളമാക്കിയിട്ട് അങ്ങോട്ട് പിന്നാക്കിടാൻ, അല്ലാണ്ട് ഒന്നിനും പച്ചക്കലം ഉപയോഗിക്കലില്ല. അപ്പം അതാണ് പാത്രം പിതൃക്കളാക്കി. അവർക്ക് അതാണ് അത്രയും സമുചിതമാവുക. പിന്നെ സിദ്ധവിദ്യാധരന്മാർ ആകാശത്തിനെയാണ് പാത്രമാക്കി. അതിനെ പാത്രമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമാണോ? അപ്പം അത് കഥ ആലങ്കാരികമാക്കി പറഞ്ഞതാണ്. പാമ്പും തേളുമൊക്കെ മാളങ്ങൾ, അതിനെ പാത്രമാക്കി. പശുക്കൾ കാടിനെ പാത്രമാക്കി. നന്ദികേശ്വരനെ കുട്ടി സ്ഥാനത്ത് കൽപ്പിച്ച് കാടിനെ പാത്രമാക്കി. സിംഹം ശരീരമാകുന്നതിനെ പാത്രമാക്കി. പക്ഷികളോ ശരീരത്തിനെ തന്നെ പാത്രമാക്കി. വൃക്ഷങ്ങൾ ശരീരത്തിന് 3 ശരീരത്തിനെയാണ് പാത്രമാക്കിയത്. കാരണം അതിലാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റൂ. പർവ്വതങ്ങൾ, പ്രാന്തപ്രദേശങ്ങൾ, സാനുക്കൾ, താഴ്വര, അതിനെ കുട്ടിയാക്കി, അതിനെ പാത്രമാക്കി. അപ്പം നിജകുല മുഖ്യ വത്സയുക്തേർ എന്ന് പറഞ്ഞു. നിജകുലത്തിൽപ്പെട്ട മുഖ്യന്മാരെ പശുക്കുട്ടി സ്ഥാനത്ത് ആക്കി കൽപ്പിച്ച് സമുചിത ചാരുഭാജനേഷു, സമുചിതമായിട്ടുള്ള പാത്രങ്ങളെ കൊണ്ട് എന്താ പറഞ്ഞല്ലോ, താമര, ആകാശം,
സ്വർണ്ണപാത്രം, ഇരുമ്പ് പാത്രം, താമര എന്നൊക്കെ അങ്ങനത്തെ പാത്രങ്ങൾ, പച്ചക്കലം. ഇനിയോ അന്നാദീന്യഭിലഷിതാനി താനി താനി, 3 താനി ഉണ്ട് അവിടെ. കറന്നെടുത്തതായിട്ടുള്ള വസ്തുക്കൾ, അന്നം മുതലായവ, അഭിലഷിതാനി ആഗ്രഹമുള്ളവയാണ് അഭിലഷിതാനി. പിന്നെ താനി താനി തുടങ്ങിയ യോജിച്ച വിശിഷ്ടമായിട്ടുള്ള പാത്രങ്ങൾ. അന്നാദീൻ അഭിലഷിതാനി താനി താനി, അഭിലഷിതാനി എന്നൊന്നിച്ചൊരു വാക്കാണ്. അതിൽ പൂവും ഒരു താനി. പിന്നെ താനി താനി എന്ന് പറഞ്ഞാലോ അതാത് എന്ന് നമ്മൾ പറയുമല്ലോ, ആ അതാതിനാണ് എന്ത് പറയുക, താനി എന്നിവിടെ പറഞ്ഞിരിക്കണം. അന്നാദീൻ അഭിലഷിതാനി യാനി താനി, അഭിലഷിതാനി ആഗ്രഹിച്ച, താനി അതാത് എന്ന് പറഞ്ഞാണ് താനി. അപ്പോൾ 2 താനി അതാത് എന്നുള്ളതിനെ കാണിക്കണു. ഒന്ന് അഭിലഷിതാനിയിലത്തെ താനിയാണ്, വെറും താനിയല്ല, അഭിലഷിതാനി. പിന്നെ താനി അതാത് ഇഷ്ടമുള്ള വസ്തുക്കൾ. പശുവിനെ നമ്മൾ കറക്കുമ്പോൾ പാലാണ് കറന്നെടുക്കുക, അല്ലാണ്ട് പശുവിൽ നിന്ന് വ്യത്യസ്ത സാധനങ്ങൾ കറന്നെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് അമൃതം വേണം, ഒരാൾക്ക് തേന് വേണം, ഒരാൾക്ക് വേറൊന്ന് വേണം എന്നൊന്നും പറഞ്ഞാൽ പശുവിൻ്റെ അകിടുന്ന് കിട്ടില്ലല്ലോ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് കഥ ആലങ്കാരികമാണെന്ന് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു പശുവിൽ നിന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ദോഹനം അപ്രായോഗിക. അതുകൊണ്ട് ഇവിടെ കഥ ആലങ്കാരികമായിട്ട് നമ്മളെയൊക്കെ അവതരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഋഷികൾ ബൃഹസ്പതിയാണ് പശുക്കുട്ടിയാക്കി സങ്കല്പിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ പാല് കറന്നെടുത്തു. പറയുകയാണെങ്കിൽ കുറവായാണ് കേട്ടോ, അത് പാല് ആണ് അവർക്ക് ആവശ്യം. എന്താ കാരണം? പാലുകൊണ്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ചില കർമ്മങ്ങൾക്ക് തൈര് വേണം, ചില കർമ്മങ്ങൾക്ക് പാല് വേണം, ചില കർമ്മങ്ങൾക്ക് നെയ്യ് വേണം. നെയ്യാണെങ്കിലും ഇത് കടഞ്ഞുണ്ടാക്കിയാലേ നെയ്യ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാല് ഋഷിമാർക്ക് മുഖ്യം. ഇന്ദ്രിയമാകുന്ന പാത്രത്തിൽ അവർ കടഞ്ഞെടുത്തത് പാല് തന്നെ. ഇനി മനുവോ, സ്വയംഭവ മനു ഈ പൃഥ്വിരാജാവിനെ കുട്ടിസ്ഥാനത്ത് കൽപ്പിച്ചു. രാജാക്കന്മാരിൽ മുഖ്യൻ രാജാവ് പൃഥുവാണ്. അതാണ് പശുക്കുട്ടിയാക്കിയിട്ട് കയ്യാകുന്ന പാത്രത്തിൽ യവം ധാന്യം മുതലായിട്ട് കറുത്തു. ഭക്ഷണക്ഷാമുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. നല്ലൊരു ധാന്യമാണ് ഈ യവം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഷുഗറിന് വളരെ നല്ലതാണെന്നാണ്. ചിലർ ഓട്സ് ആണെന്ന്, ഓട്സ് അല്ല, അത് സമാനമായിട്ടുള്ള ഒന്നാണെന്നും പറയുന്നുണ്ട്. ആണ് യവം. അത് കറന്നെടുത്തു കൈയാകുന്ന പാത്രത്തിൽ. ഇപ്പോൾ വ്യത്യസ്ത വസ്തുക്കളാണ് കറന്നെടുക്കണം. ദേവന്മാരോ ഇന്ദ്രനെ കുട്ടിയാക്കിയെന്ന് നേരത്തെ പറഞ്ഞു. സ്വർണ്ണ പാത്രത്തിലാണ്, അതും നേരത്തെ പറഞ്ഞു. അമൃതം കറന്നെടുത്ത നേരത്തെ പറഞ്ഞില്ല. കറന്നെടുത്ത വസ്തു അമൃതമാണ് എന്ന് പറഞ്ഞു. ഓരോരുത്തർ കറന്നെടുക്കുന്ന വസ്തു വിഭിന്നങ്ങളാണ്. ആസുരന്മാരോ പ്രഹ്ലാദനെ കുട്ടിയാക്കി എന്ന് പറഞ്ഞു, ഇരുമ്പ് പാത്രമാണ് എന്ന് പറഞ്ഞു. കറന്നെടുത്ത വസ്തു നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ പറയണു മദ്യം. അസുരന്മാർക്ക് ലേശം കഴിച്ചാലാണ് പണിയെടുക്കാൻ ഉത്സാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ പറ്റില്ല, നന്നല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലക്കാർ ചെന്നാലേ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ പണിയെടുക്കാൻ. അപ്പം മദ്യം കറന്നെടുത്തു. ഗന്ധർവന്മാർ വിശ്വാവസുവിനെ കുട്ടിയാക്കി സങ്കല്പിച്ച് താമരയാകുന്ന പാത്രത്തിൽ എന്ത് കറന്നെടുത്തു? വാക്കുമാധുര്യം കറന്നെടുത്തു. അവർക്ക് ഗാനം വേണം. പാട്ട് പാടണം വെച്ചാൽ ശബ്ദം നന്നാവണം. നമ്മൾ വിചാരിച്ചാൽ ആവണം എന്നൊന്നുമില്ല. ഞാൻ വിചാരിക്കും എപ്പോഴും ഈ ഗായകന്മാരുടെ ഒരു വലിയ പ്രശ്നമാണ് അവർക്ക്. നമുക്കിപ്പോൾ ലേശം ഒന്ന് ശബ്ദം ഇടനാക്കിയാലോ ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിലോ വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ ആയാൽ അത് മോശമാണ്. ഓരോന്നൊക്കെ ഒന്ന് ചുമച്ചു. പക്ഷെ പാട്ടിൻ്റെ ഇടയിൽ അതൊന്നും പറ്റില്ലേ. ആലോചിച്ച് നോക്കുക. ഒരു തുമ്പൽ വന്നു, ആ പാട്ട് രണ്ടാമത് ടേക്ക് എടുക്കണം. ചുമ പാടില്ല, തുമ്മൽ പാടുക. എന്തൊരു കഷ്ടമാണ്, ആലോചിച്ച് നോക്കൂ. എല്ലാ ദിവസവും ശബ്ദത്തിൻ്റെ മാധുര്യം ഒരേപോലെ ആവില്ല. ചില ദിവസം നമുക്ക് നല്ല മൂഡിൽ സുഖമായിട്ട് ചെന്നാൽ അങ്ങനെ മൂളിയാലോ എന്ന് തോന്നും അല്ലേ. കുറച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ കൃത്യമായിട്ട് കിട്ടും. ചില ദിവസം എങ്ങനെയും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതും മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിനാണ് അസലായിട്ട് സാധന ചെയ്യണം രാവിലെ. അപ്പോൾ പോട്ടെ, ആ വാക്കുമാധുര്യം കറന്നെടുത്തു എന്നാണ് പറയുന്നത്.
അവരുടെ മാധുര്യം ആണ് കൃത്യം ആവണ്ടേ. പാട്ട് പാടുമ്പോൾ ആരോഹണവും അവരോഹണവും ആ പിച്ചും സ്വരസ്ഥാനവും ശരിയാവണമെങ്കിൽ നല്ല ദൈവാധീനം വേണം. ഒരു ചുമ വന്നാൽ മതി, ആ പാട്ടിലുണ്ടാവും എടുക്കണം. പാട്ടിൽ ചുമ പറ്റുമോ? ഇത് പ്രഭാഷണമല്ല. അതിലൊരു ചുമ വന്നാലും നമുക്ക് തിരുത്താം, സാരില്ല എന്ന് വയ്ക്കാൻ. പെട്ടെന്ന് അത് പറ്റില്ലല്ലോ. മനുഷ്യൻ തന്നെയാണ്, യന്ത്രമല്ലല്ലോ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദൈവാധീനം വളരെയധികം വേണ്ട ഒരു കാര്യമാണ് വാക്ക് മാധുര്യം. ഇപ്പോൾ പറയുകയാണെങ്കിലും വേണം എന്നാണ് പറയണത്. ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. ശ്രദ്ധ നിൽക്കാതെയോ എന്തൊക്കെയോ ഇയാൾ പറയണു നമുക്ക് തോന്നും. ഞാൻ അപ്പം അങ്ങനെയാണോ നിശ്ചയില്ല കേട്ടോ. കേൾക്കണോരാ വിലയിരുത്തേണ്ടത്. നമുക്ക് അഭിമാനിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ രീതിയാണ് ഏറ്റവും ശരി നോക്കാം. അപ്പോൾ അവർക്കത് മനസ്സിലാവണം. വിരസത തോന്നരുത്. ശാക്യന്മാരും പാഠകക്കാരൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പറയും വാക്കിന് മാധുര്യാദി ഗുണങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണു. അപ്പം ഇവർ അത് വിശ്വാവസുവിനെ കുട്ടിയാക്കി ഗന്ധർവന്മാർ താമരയാകുന്ന അത്ര ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചിരിക്കണം. അറിയോ? പിതൃക്കളോ അര്യമാവിനെ കുട്ടിയാക്കി സങ്കല്പിച്ച പച്ചക്കലത്തിൽ കവ്യം കറന്നെടുത്തു. നീട്ടിയ അർത്ഥം വേറെ, കാവ്യം വേറെ. ദീർഘം കളഞ്ഞ കവ്യം. പിതൃക്കൾക്കുള്ള ഭക്ഷണത്തിനാണ് നമ്മൾ കവ്യം. ഒരു പച്ചക്കലത്തിൽ സ്വീകരിച്ചെടുത്തു. സിദ്ധവിദ്യാധരന്മാർ കപില വാസുദേവനെ കുട്ടിയാക്കി സങ്കല്പിച്ച ആകാശമാകുന്ന പാത്രത്തിൽ സിദ്ധികൾ കറന്നെടുത്തു. ഇതെങ്ങനെ നടക്കുക? എന്താണ് അവിടെ വിവക്ഷ? ശരിക്കും പറയാച്ചാ, സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ സിദ്ധിയുള്ളവർ ആ വാക്കന്നെ കാണിക്കുന്നുണ്ട്. സിദ്ധന്മാരും വിദ്യാധരന്മാരും പലരും സിദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ അവർക്ക് ഈ സിദ്ധി ആകാശത്തിലാണ് കാണിക്കുക എന്ന് പറഞ്ഞാലോ, ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ സൃഷ്ടിക്കാൻ കഴിയും. ആകാശം ഒരു ശൂന്യതയുടെ പ്രതീകമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? ഒന്നുമില്ലാത്തതെന്നാണ്. ഇവിടെ ഒരു സംഗതി ഇല്ലാണ്ട് ശൂന്യമായതിനെ നമ്മൾ ആകാശം എന്ന് പറയുക. ആകാശം ഒന്നുമില്ലാത്തത്. എന്നാൽ ഒന്നുണ്ട് ശൂന്യത, അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുക. അപ്പോൾ ശൂന്യതയിൽ നിന്ന് എന്തും സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ സിദ്ധി എന്ന് പറയുക. ഒന്നും വേണ്ട, അവർക്ക് ശരീരം മാത്രമേ വേണ്ടൂ. വേണ്ടതൊക്കെ ആ സിദ്ധി കൊണ്ട് അവരുണ്ടാക്കും. എവിടുന്ന്? ശൂന്യതയിൽ നിന്ന്. എന്നാൽ അങ്ങാടിയിലോ മാർക്കറ്റിലോ പോയിട്ടല്ല, ഹിമാലയത്തിലോ പോയിട്ടല്ല, അവിടെ ഇരുന്നു കൊണ്ടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതിനാണ് സിദ്ധന്മാർ ആകാശമാകുന്ന പാത്രത്തിൽ കപിലവാസുദേവൻ്റെ സഹായത്തോട് കൂടിയിട്ട് സിദ്ധികൾ എടുത്തു എന്ന് പറഞ്ഞത്. അങ്ങനെ കാണിച്ചാൽ കയ്യിൽ വേണ്ടതുകൊണ്ട് വരിക. ശൂന്യതയിൽ നിന്ന് എന്തും സൃഷ്ടിക്കാൻ കഴിവുള്ള സിദ്ധന്മാർ പൃഥുവിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണതൊക്കെ. പശുക്കൾ നന്ദികേശ്വരൻ്റെ സഹായത്തോടു കൂടി കാടാകുന്ന പാത്രത്തിൽ പുല്ല് കറന്നെടുത്തു. പുല്ലിങ്ങനെ കറന്നെടുക്കുകയാണ്. ധാരാളം പച്ച പുല്ലുകൾ പശുക്കൾക്ക് പൃഥുവിൻ്റെ കാലത്ത് തിന്നാൻ കിട്ടിയിരുന്നു എന്ന് പറയേണ്ടതിന് പകരം വേറെ രീതിയിൽ പറഞ്ഞു. അല്ലാണ്ട് അവിടെ വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ഇന്ന് പച്ചപ്പുല്ലുണ്ടോ പശുവിന് കിട്ടാൻ? ഒക്കെ വൈക്കോലും സുനന്ദിനി കാലിത്തീറ്റയും അതും ഇതും ഒക്കെ കൊടുത്തിട്ട് തന്നെ പാല് ഒന്നിനും കൊള്ളാണ്ടാണ്. പാല് അളവ് കിട്ടും ധാരാളം. രാവിലെ കറന്ന പാല് ഉച്ചയാകുമ്പോഴേക്ക് ഇടയ്ക്ക് കേടും വരും. പണ്ടൊക്കെ 24 മണിക്കൂർ പാല് നിന്നിരുന്നു, ഫ്രിഡ്ജൊന്നും ഇല്ലാണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും നിൽക്കും 12 മണിക്കൂർ. ഇപ്പോൾ ഫ്രിഡ്ജ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പാല് കൃത്രിമമാണ്. ഈ കഴിക്കണ ആഹാരം കൃത്രിമമായ തരണ പാലിലും കൃത്രിമത്വം ഉണ്ടാവില്ലേ? സംശയമുണ്ടോ അതിന്? അപ്പോൾ പച്ചപ്പുല്ല് തിന്ന് അത് മാത്രം പണ്ട് പശുക്കൾക്ക് കൊടുത്തിരുന്നത്. വൈക്കോല് പച്ചപ്പുല്ല് അല്ലാതെ കൃത്രിമമായിട്ടുള്ളതൊന്നും കൊടുക്കില്ല. പച്ചപ്പുല്ലിൻ്റെ അഭാവമില്ല, ധാരാളം ഇഷ്ടം പോലെ പച്ചപ്പുല്ലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സുഖമാണ് അവർക്ക്. പിന്നെ മാംസബുക്കുകൾ സിംഹത്തിനെ കുട്ടിയാക്കിയിട്ട് മാംസം കറന്നെടുത്തു എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ആന്തരാർത്ഥം മൃഗങ്ങൾ സുഖമായിട്ട് വിഹരിച്ചിരുന്നു. ഇന്നത്തെ പോലെ വന്യജീവി സംരക്ഷണമൊന്നും വേണ്ട, അതല്ലെങ്കിൽ തന്നെ ഉണ്ടായിരുന്നു. വന്യജീവിയെ ആരും അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിരുന്നില്ല. നായാട്ട് നടത്തി കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ദശരഥൻ രാജാവ്. അതൊക്കെ ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് എന്നല്ലാണ്ട്, എന്നാലും കാടുണ്ടായിരുന്നു.
കാടുണ്ടെങ്കിൽ മൃഗങ്ങളുണ്ടാവും. അവരുടെ താവളവും ആവാസസ്ഥാനവും സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശല്യമുണ്ടാക്കുന്നവയെ മാത്രം അതിനൊക്കെ ചില കണക്കുകളും മാനദണ്ഡങ്ങളും വെച്ചിട്ടേ കൊന്നിരുന്നുള്ളൂ. കണ്ടമാനം കൊന്നിരുന്നില്ല. അതാണ് എന്ത് പറഞ്ഞത്, മാംസങ്ങൾ കഴിച്ച് ആ മൃഗങ്ങൾ സുഖമായിട്ട് കാട്ടിൽ വിഹരിച്ചു. കാടിൻ്റെ സമ്പത്താണ് മൃഗങ്ങൾ, അതിന് സംശയമൊന്നുമില്ല. പക്ഷികൾ ഗരുഡനെ ശരീരമാക്കി സങ്കല്പിച്ച് ഫലമൂലാദികൾ സ്വീകരിച്ചു. എന്താ അർത്ഥം? പക്ഷികൾക്ക് കഴിഞ്ഞുകൂടാനും ആവാസസ്ഥാനവും ആയ വൃക്ഷങ്ങൾ മാനദണ്ഡം കൂടാതെ വെട്ടി നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഇന്നിപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിൽ ചേക്കേറിയിരിക്കണു. അവർക്ക് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടണ്ടേ? മരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ റെയിൽവേ സ്റ്റേഷനിലും എവിടെ സൗകര്യം വെച്ചാൽ അവിടെ കൂടി വണ്ടി കാത്ത് നിൽക്കുമ്പോൾ തലയിലേക്ക് പ്രസാദ വിതരണവും ചെയ്യും, ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണത്? ആവാസസ്ഥാനമായിട്ടുള്ള വൃക്ഷങ്ങൾ നമ്മൾ നശിപ്പിച്ചു. പണ്ടത് അങ്ങനെ ആയിരുന്നില്ല. സുഖമായിട്ട് കാടുകളിൽ കൂടുകൂട്ടി അവ ജീവിച്ചിരുന്നു. വൃക്ഷങ്ങൾ ആലിൻ്റെ സഹായത്തോടു കൂട്ടി രസം സ്വീകരിച്ചു എന്ന് പറഞ്ഞാലോ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചിരുന്നില്ല. പൃഥുവിൻ്റെ കാലത്ത് ധാരാളം വൃക്ഷനിബിഡമായിരുന്നു. കാടുണ്ട്, നാടുണ്ട്, വേണ്ട വൃക്ഷങ്ങൾ നിലനിർത്തിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിനുള്ള സൗകര്യങ്ങളെ ഉണ്ടാക്കിയിരുന്നുള്ളൂ. മുഴുവൻ അങ്ങനെ മുറിച്ച് കളയുക, കോൺക്രീറ്റ് കാടാക്കുക, ആ സംസ്കാരം പണ്ടുണ്ടായിരുന്നില്ല. ഒക്കെ എത്ര നന്നായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പൃഥുവിൻ്റെ ആ ഒരു കഥയിൽ കൂടെ കണ്ടോ, കാര്യം പറഞ്ഞിട്ടുണ്ട്. അലങ്കാരികയാക്കി പർവ്വതങ്ങൾ ഹിമവാൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവരുടെ താഴ്വരകളിൽ ധാതുക്കളോ ലോഹങ്ങളോ ശേഖരിച്ച് വെച്ചിരുന്നു. എല്ലാ നല്ല പർവ്വതത്തിലും, നല്ല പർവ്വതത്തിൻ്റെ ലക്ഷണത്തിൽ പറയുമ്പോൾ ധാതുക്കളുടെ നിക്ഷേപം ഉണ്ടാവും. സ്വർണം, ചെമ്പ്, ഇരുമ്പ്, ഇതൊക്കെ കുഴിച്ചെടുക്കുന്ന ആ ഇതുകൾ, ലോഹങ്ങളോ ധാതുക്കളോ മുഴുവനും കുഴിച്ചെടുത്തിട്ട് ഭൂമിയെ മൊട്ടയടിക്കുന്ന സംസ്കാരം പണ്ടുണ്ടായിരുന്നില്ല. ഇത് ഭാവി തലമുറയ്ക്കും വേണം, നമുക്ക് മാത്രം പോരാ. ആവശ്യത്തിന് എടുക്കുക, അത്രയേ ഉള്ളൂ. കള്ളക്കടത്തിനും കണ്ടമാനം വിറ്റ് കാശുണ്ടാക്കാനും ഭൂമിയെ മുഴുവനെ കുഴിച്ച് മൊട്ടയടിക്കാനും ശൂന്യമാക്കാനും പണ്ട് പൃഥു സമ്മതിച്ചിരുന്നില്ല. ആവശ്യത്തിന് എന്താ വെച്ചാൽ എടുക്കുക, ബാക്കി അവിടെ കരുതുക റിസർവായിട്ട്. ഭാവി തലമുറയ്ക്കും വേണം. ഇനി ഇവിടെ തലമുറ വരുന്നുണ്ട്. അപ്പോൾ ധാതുക്കൾ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ ഭാഗവതത്തിൽ വിസ്തരിച്ച് ഓരോരോ വിഭാഗത്തിൽപ്പെട്ട ഓരോരോ പശുക്കുട്ടിയെ ആക്കി തീർത്ത് അവർക്ക് ഉചിതമായ പാത്രങ്ങളിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ മാറും എന്നതാണ് ഈ കറക്കലിലൊരു പ്രത്യേകത. പശുവിനെ കറന്നാൽ പാല് മാത്രമേ കിട്ടൂ, പക്ഷേ ഭൂമിയാകുന്ന പശുവാണത്. സാധാരണ പശുവല്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടതാണ് സ്വീകരിച്ചെടുത്തത്. ഇതാണ് അവിടെ എന്ത് പറഞ്ഞത്, അന്നാദീന്യഭിലഷിതാനി താനി താനി, ഏതേത് ആൾക്കാർക്ക് വേണമോ ആണ് താനി താനി. ഏതേത് ആൾക്കാർക്ക് എന്തെന്ത് വേണോ താനി താനി. സ്വച്ഛന്തം സുരഭിതനു മധൂതുകസ്ത്വം, ധാരാളം സ്വച്ഛന്തമായിട്ട് യാതൊരു തടസ്സം കൂടാതെ ഇഷ്ടപ്രകാരം അല്ലയോ ഭഗവാനെ അങ്ങ് ഭൂമിയിൽ നിന്ന് ഉദൂതുഹത്വം കറന്നെടുത്തു. അദൂതുഹ എന്ന് പറഞ്ഞാൽ കറന്നു എന്നർത്ഥമാണ്. അദൂതുഹ ആണ് സുരഭിതനുവും അദൂതുഹസ്ത്വം എന്ന് പറഞ്ഞത്. പശുരൂപിണിയായ ആ ഭൂമിദേവിയിൽ നിന്ന് യഥേഷ്ടം കറന്നെടുക്കാൻ പിശുക്കൊന്നുമില്ല, സൗകര്യം അങ്ങുണ്ടാക്കി കൊടുത്തു. ആ കറവിനെയാണ് നമ്മൾ ഇത്രയും നേരം വിസ്തരിച്ചത്. ദേവാദേ സമുചിത ചാരുഭാജനേഷു. 3 കാര്യമുണ്ട് അവിടെ. നിജകുല മുഖ്യ വത്സയുക്തേർ, 1 അവർക്ക് അനുകൂലമായിരിക്കുന്ന പശുക്കുട്ടിയെ ആക്കി തീർത്ത്. പിന്നെയോ ദേവാദേ സമുചിത ചാരുഭാജനേഷു, പാത്രങ്ങൾ. പിന്നെയോ അന്നാദീൻ അഭിലഷിതാനി താനി താനി, എന്ത് വേണമോ അത്. നിജകുല മുഖ്യ വത്സയുക്തേർ, ഏതൊക്കെ ആളുകൾ അവരവരുടെ പ്രധാനികളെ കുട്ടിയാക്കി അവർക്ക് യോജിച്ച പാത്രത്തിൽ വേണ്ട വസ്തുക്കളെല്ലാം കറന്നെടുത്തു. അന്നാദീൻ അഭിലഷിതാനി താനി താനി, ഏതൊക്കെ വേണോ അതൊക്കെ നമ്മൾ പറയുന്നതാണ് താനി താനി. 2 താനി വരാൻ കാരണം എന്തൊക്കെ വേണോ അതൊക്കെ.
അതൊക്കെ സ്വച്ഛന്തം സുരഭിതനുവും അദൂതുകസ്തും കറന്ന് എടുത്തു. ഒറ്റ അധ്യായത്തിലാണ് ആ കറക്കലിനെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞത്. അതിവിടെ ചുരുക്കി ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. അന്നാദി നബിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനോ മധൂതുകസ്ത്വം എന്ന് പറഞ്ഞുകൊണ്ട്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.